ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്നൊരു ഉള്ളിവട ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി. എന്താ, വീട്ടിലുള്ള സാധനങ്ങളാണ്, എല്ലാ സാധനങ്ങളും എടുക്കുക, അരിയുക, വെളിച്ചെണ്ണ ഒഴിക്കുക, പൊരിച്ചെടുക്കുക, കഴിക്കുക. സിമ്പിൾ. നമുക്ക് ചേരുവകളൊക്കെ ഒന്ന് നോക്കിയാലോ. സവാള ഒരു 5 എണ്ണം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക്, കടലമാവ്, ഉപ്പുപൊടി, കുരുമുളക് ചതയ്ക്കാനുള്ള ഇടികല്ല്, പാത്രത്തിലൊരൽപ്പം മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. പൊരിക്കാൻ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം. എങ്ങനെ കടലമാവും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു തവിയെടുത്ത് അല്ലെങ്കിൽ ഒരു നീളമുള്ളൊരു സ്പൂണെടുത്ത് നമുക്ക് ഇളക്കി അതിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. നന്നായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തു ശേഷം അരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു, ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരൽപ്പം വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ശേഷം 2 പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് വളരെ പൊടിയായിട്ടാണ് കേട്ടോ അരിഞ്ഞത്, അതുകൂടെ അതിലൊക്കിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ടേ. വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. അതെല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചു. ശേഷം അടുപ്പ് കത്തിച്ചു. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫുള്ളിൽ നിന്നും സ്ലോയിലോട്ട് വെച്ചു, അതായത് സിമ്മിലോട്ട് മാറ്റിയെന്നർത്ഥം. സിമ്മിലായിട്ടങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കോരി ഒഴിക്കാനുള്ള ഒരു ചെറിയ തവി എടുക്കാം. അതാണ് നല്ലത്. കാര്യം എന്താണെന്നോ, ഈ സവാളയുടെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എരിവുണ്ടാകും. അത് കൈ പുകയും. പിന്നെ കൈ കൊണ്ടെടുത്തിരുന്നത് കാണുമ്പം ചിലർക്കൊക്കെ കഴിക്കാനും ഒരു മടിയായിരിക്കും. ഇതൊക്കെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കോരിയിട്ടാണ് നമ്മളൊക്കെ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ നടക്കാൻ പോകുന്നു. ഹോട്ടലിലത്തത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നല്ല രുചിയോടുകൂടി കഴിക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ കൈ കൊണ്ട് കോരിയിടുന്നതോ എടുത്തിടുന്നതോ കണ്ട അപ്പം അവർ കൈ കൊണ്ടാണ് ഇട്ടത് അങ്ങനെ ഒരു പറയലുണ്ടാവും. ഞാൻ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തവി എടുത്തിട്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കോരിയിട്ടാണ് അധികവും ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാറ്. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ഉള്ളിവടയെ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് നന്നായിട്ടെടുക്കാം. വേവിച്ച് വെന്തു. അതിനുശേഷം അത് നല്ലതുപോലെ പൊരിഞ്ഞു വന്നു. പൊരിഞ്ഞതിന് ശേഷം ചൂടോടെ നല്ല ഉള്ളിവട കഴിക്കാം. ഇന്നത്തെ സ്നാക്ക് ഉള്ളിവടയാവട്ടെ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഉണ്ടാകും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് എല്ലാം ഉണ്ടാകും. കടലമാവും ഉണ്ടാകും. ഇനി കടലമാവില്ലെങ്കിൽ പത്തിരിയുടെ പൊടിയില്ലേ, അരിപ്പൊടി,
അത് കുറച്ച് ചേർത്താൽ മതി. നമുക്ക് ഈ ഉള്ളിയെ ഒന്ന് സെറ്റാക്കണം, അത്രമാത്രം. അതിന് കടലമാവ് തന്നെ വേണമെന്നില്ല. പിന്നെ കടലമാവാണ് അതിൻ്റെ കോംബോ, അതുകൊണ്ട് കടലമാവ് ഇട്ടു. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് എപ്പോഴും ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാറ് കേട്ടോ. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല. അത് ഞാൻ ഒഴിവാക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത് മുങ്ങി നിൽക്കാനുള്ള ഒരു 100 ml വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു 150 ml വെളിച്ചെണ്ണ, അതിൽ കൂടുതൽ ഒഴിക്കാറില്ല. പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറയുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം, അത്ര മതി. ഒരുപാട് എണ്ണയിലൊന്നും പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ. പിന്നെ റീയൂസ്ഡ് ചെയ്താൽ അതും നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു തവണ ഉപയോഗിച്ചത് ഒഴിവാക്കിയേക്കാം. അതിന് ചട്ടി നിറയെ ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് അതിൽ പൊരിച്ചെടുക്കുക. അങ്ങനെയാണ് വെളിച്ചെണ്ണ സേവ് ചെയ്യാനും നമ്മുടെ ആരോഗ്യരക്ഷയ്ക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഉള്ളി വട പൊരിഞ്ഞ് തീരാറായി, ഉണ്ടാക്കി കഴിയാറായി. ഇനി വളരെ കുറച്ച് മാവ് കൂടിയേ ഉള്ളൂ. അതുകൂടെ ഉണ്ടാക്കി നമുക്ക് പാത്രത്തിലെടുക്കാം. അങ്ങനെ 4/3 ഭാഗത്തോളം ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇനി നമുക്കിങ്ങനെ സെർവ് ചെയ്യാമല്ലേ. അപ്പോൾ എല്ലാവരും വരൂ, ഓരോ ഉള്ളിവട കഴിച്ചിട്ട് പോകാം. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഉള്ളിവട, കളറുകളൊന്നും ചേർക്കാത്ത, മയമില്ലാത്ത ഉള്ളിവട കഴിക്കാം. ടാറ്റാ, ബൈ ബൈ.